കൊണ്ടോട്ടിയിൽ മുട്ടിലിഴിഞ്ഞ് നടുറോഡിൽ വന്നിരിക്കുന്ന കുഞ്ഞിനെ ഇന്നലെ ഞെട്ടലോടെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ബസ് നിർത്തി കുഞ്ഞിനെ രക്ഷിച്ച ഡ്രൈവർ രാമചന്ദ്രനെ ഇന്നിപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ബസ് തൊഴിലാളികൾക്ക് ആകമാനം രാമചന്ദ്രനും കണ്ടക്ടർ നവാസും അഭിമാനവും മാതൃകയുമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം, പരിചയപ്പെട്ടതിൽ അത്രയും നല്ലൊരു കാര്യം ചെയ്തതിന് പ്രത്യേക അഭിനന്ദനം. കുഞ്ഞിന്റെ ദൃശ്യം കണ്ടു. ഓക്കെ, എപ്പോഴെങ്കിലും കാണാം നമുക്ക് കേട്ടോ. ഓക്കെ, ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായി ചേരാൻ. ഹാൻസ്, ഒരു വലിയ ജാഗ്രതയായിരുന്നു ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ജീവനാണ് രക്ഷിക്കാനായത്. അത് എന്തായാലും ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഞെട്ടലോടെയായിരുന്നു ആ ദൃശ്യം കണ്ടത്. ആ കുഞ്ഞിന് രക്ഷകരായി അവരെത്തി. അവർക്ക് ഒരു അഭിനന്ദനവും, അർഹിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു അഭിനന്ദനവും എത്തുകയാണിപ്പോൾ. അങ്ങനെ തന്നെയാണ് ശ്യാമലി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും ഞെട്ടലോടെയാണ് കണ്ടത്. പക്ഷെ അതിൽ ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് ഈ ജീവനക്കാരുടെ കൃത്യമായ സമയോചിതമായ ഇടപെടലായിരുന്നു. വാഹനം കൃത്യമായി ആ കുട്ടിക്ക് കുറച്ചധികം ദൂരെ മാറ്റി നിർത്തുകയും അതിനുശേഷം ആ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ കുട്ടിയെ രക്ഷിച്ച് കൃത്യമായി മാതാപിതാക്കളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ സംഭവം നടന്ന് ഈ വിഷയം മാധ്യമങ്ങളടക്കം വാർത്തയായതിന് പിന്നാലെയാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്നലെ രാത്രിയോടെ ഇരുവരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ആദ്യം ഈ ബസ് ഡ്രൈവറായിട്ടുള്ള രാമചന്ദ്രനെയാണ് മന്ത്രി ബന്ധപ്പെട്ടത്. രാമചന്ദ്രനുമായി 10 മിനിറ്റോളം മന്ത്രി സംസാരിച്ചു, തന്റെ സന്തോഷം അറിയിച്ചു, അവരെ പ്രശംസിക്കുകയും ചെയ്തു. പക്ഷേ ഈ കണ്ടക്ടർ നവാസിനെ വിളിച്ചെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പല രീതിയിലുള്ള ഭീഷണികൾ റോഡിൽ നിൽക്കുമ്പോൾ പോലും എല്ലാ തൊഴിലാളികൾക്കും അഭിമാനം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇരുവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഈ വിഷയത്തിന് ശേഷം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത്. ശ്യാമലി, ശരി.